എങ്ങോട്ട് പോകണമെന്നറിയാതെ നിസ്സഹായരായി നിൽക്കുകയാണ് വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ ബാക്കിയായവർ. വീടുകൾ നഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും താമസയോഗ്യമല്ലാത്ത ഇടത്ത് ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യമാണ് തോട്ടം തൊഴിലാളികൾക്കുള്ളത്. തങ്ങൾ പിറന്ന ഈ നാട് വിട്ടു പോകേണ്ടി വരുമോ എന്ന ആശങ്ക കൂടിയാണ് ഇവർ പങ്കുവയ്ക്കുന്നത്. ചെറുപ്പം മുതൽ കളിച്ചു വളർന്ന സ്ഥലമാണ്. അത്ര പെട്ടെന്നൊന്നും മനസ്സിൽ നിന്നും ആയില്ല. തേയില നുള്ളിയാണ് ഓരോ ദിവസത്തെയും അന്നം കണ്ടെത്തിയത്. ഈ സന്തോഷ ദിനങ്ങൾക്കിടയിലാണ് ഉരുൾപൊട്ടൽ അവരുടെ സ്വപ്നങ്ങളെല്ലാം തകർത്തത്. പ്രദേശത്തു നിന്നും മാറി താമസിക്കാൻ ഇഷ്ടമില്ലെങ്കിലും പലരുടെയും മനസ്സിൽ പേടിയാണ്. ഇനിയും ഇത്തരത്തിൽ ഒരു ദുരന്തമുണ്ടായാൽ അതിനെ അതിജീവിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. ഞങ്ങൾക്ക് ഇവിടെ താമസിക്കാൻ പറ്റില്ല. ഞങ്ങൾക്ക് ഒരു വീടാണ് അത്യാവശ്യം. ഇനി ഈ ഏരിയ നമുക്ക് താമസിക്കാൻ പറ്റാത്ത ഏരിയ. ഞങ്ങൾ വെള്ളം വന്ന് ഞങ്ങൾ മക്കളെയും കൂടെ എങ്ങനെയാണ് ഇവിടുത്തെ ഓടി രക്ഷപ്പെട്ട് ഞങ്ങൾക്ക് അറിയില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്. ഇനി ഞങ്ങൾക്ക് ഇവിടുന്ന് എവിടെ ഈ ചൂരം ഇങ്ങോട്ടുള്ള ഭാഗങ്ങൾക്ക് ഞങ്ങൾക്ക് ഇനി വീടോ ഇതൊന്നും കിട്ടിയ കാര്യമില്ല. ഞങ്ങൾക്ക് എവിടെയെങ്കിലും വീട് വേറെ സ്ഥലങ്ങളിൽ ഒരു വീട് ഇതാക്കി തരണം. അതാണ് ഞങ്ങൾക്ക് ആവശ്യം. പേടിയാണ് ഇവിടെ. ഇപ്പൊ തന്നെ ഇവിടെ വന്ന് വീട് വൃത്തിയാക്കാൻ തന്നെ നമുക്ക് നിൽക്കാൻ തന്നെ പേടിയാണ്. ഏതെന്ന് നമുക്ക് അറിയാത്തതുകൊണ്ട്. ഉരുൾപൊട്ടിയ പ്രകമ്പനത്തിൽ പാടികളിൽ വിള്ളൽ രൂപപ്പെട്ടു. പാടികൾക്ക് പുറകിലുള്ള കളിസ്ഥലവും ഇന്ന് കാണാനില്ല. ഓരോരുത്തർക്കും നഷ്ടപ്പെട്ടത് തങ്ങളുടെ സുഹൃത്തുക്കളെയും കുടുംബക്കാരെയുമാണ്. ഒപ്പം ആ പ്രിയപ്പെട്ട സ്കൂളും അനാഥമായി. ഞങ്ങളൊക്കെ എസ്റ്റേറ്റ് പണിയെടുത്തിട്ടാണ് ഈ സ്കൂള് 1.5 കൊല്ലം ഓരോ മാസം ഞങ്ങളെ കുട്ടികളെ പഠിപ്പിക്കണം എന്നുള്ള നിലക്ക് ഓരോ ദിവസത്തെ കൂലി എടുത്തിട്ടാണ് ഈ സ്കൂള് പണ്ട്. എന്തായാലും നമ്മളെ നാട്ടിൻ്റെ പുരോഗതി എന്ന് പറയാം. ഈ സ്കൂളിൽ പഠിച്ച ഉണ്ണി എന്ന് പറഞ്ഞ സാറ് പഠിപ്പിച്ച ഒരു കുട്ടി ഇന്ന് ഡോക്ടറാ. ആ ഉണ്ണി സാറൊക്കെ അരച്ചിട്ട് ഇന്നലെ മെനാന്ന് നഷ്ടപ്പെട്ടതിനെ ഓർത്ത് വിതുമ്പുമ്പോഴും പ്രതീക്ഷയുടെ കണങ്ങളാണ് ഇവരുടെ കണ്ണുകളിൽ കാണുന്നത്. ജനം, വയനാട്.